ഇതും സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിതൊരു എക്സാമിനറായിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഈ 2025 മുതൽ അൻപാസിംഗ് മാത്രമേ ഉള്ളൂ. ഹലോ, ഞാനിന്ന് ജോലിക്ക് വന്നേക്കുന്നതാണ്. ഇന്നിവിടെ ഇപ്പോൾ സമയം 6:30 ഇന്നെനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ്. ഞാനിന്നൊരു എക്സാമിനറായിട്ടാണ് ജോലിക്ക് പോകുന്നത്. കാരണം എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് എക്സാം ഉണ്ടാകത്തില്ലേ, നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അവറും കാര്യങ്ങളും എല്ലാം ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ അവിടുത്തെ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ വന്ന സമയത്തെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സാം ഒരു മ്യൂണിസിപ്പൽ പ്രൂഫും ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 3 മാസം പ്രാക്ടിക്കം ചെയ്യും. അതിനുശേഷം നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ പോലെ അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ആൻസർ പറയും. അപ്പോൾ അതിന് ഫാൽ ബൈഷ്പി എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു എക്സാമാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷേ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറി. അപ്പം ഇപ്പോൾ ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ വരുന്നത്, നമുക്ക് 6 മാസം അല്ലെങ്കിൽ 3 മാസം പ്രാക്ടിക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുത്തെ എന്ന് വെച്ചാൽ നഴ്സിംഗ് പഠിക്കുന്ന സ്ഥലത്ത് കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞു തരും ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ എക്സാം അപ്പോൾ ആ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മോഡൽ എക്സാമാണ് ഇന്ന്. അപ്പോൾ അതിന് ഞാനാണ് എക്സാമിനായിട്ട് പോകുന്നത്. ഞാൻ വേറെ ആളും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം 7 മണിക്കാണ് എക്സാം. പിന്നെ ഇവിടെ ജർമ്മൻകാരുടെ രീതി അനുസരിച്ച് 7 മണിയെന്ന് പറഞ്ഞാൽ അവർ ഒരു 6:50 ആകുമ്പോഴത്തേക്കും വരും. അപ്പോൾ നമ്മളതനുസരിച്ച് ചെല്ലണമല്ലോ. അതുകൊണ്ട് ഞാനെന്ന് വെച്ചിട്ട് നേരത്തെ പോകുന്നതാണ്. ആദ്യമായിട്ട് എക്സാം നടത്തുന്നതിൻ്റെ സാധാരണ നമ്മൾ എക്സാം എഴുതാനായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇന്നൊക്കെ എക്സാമിനറായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കുറച്ച് ടെൻഷനൊക്കെ എനിക്കുണ്ട്. എന്തായാലും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതും സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്ര നാൾ നമ്മൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻ്റ് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. അപ്പം എക്സാമിനറായിട്ട് പോകുമ്പം അതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. 7 മണി തൊട്ട് 10:25 വരെയായിരുന്നു എക്സാം. അപ്പം അവർക്ക് 2 പേഷ്യൻസിനെ കിട്ടും. തലേദിവസം അറിയാം നമുക്ക് ഏത് പേഷ്യൻസിനാണ് കിട്ടുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ അപ്പം ആ എക്സാം എഴുതുന്ന ആൾ തലേദിവസം ഈ പേഷ്യൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി എഴുതാനൊക്കെ ഉണ്ട്, അതൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുക. അതിനുശേഷം ഇന്ന് വന്നു കഴിയുമ്പോൾ അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഏതൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തീരുമാനിച്ച് വെക്കണം. അതിനുവേണ്ട സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പോവും, നോക്കും അവരെന്തൊക്കെ ഫെയിലിയറാണ് ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ. ഈ എക്സാം എഴുതുന്ന ആൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് പറയാം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് കെൻറ്റനീസ് പ്രൂഫും ആയിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സ്വന്തമായിട്ട് റിഫ്ലക്ഷൻ എഴുതണം, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് എഴുതണം. പിന്നെ നമ്മളും പറയും എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്തത്, ജയിച്ചോ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയും. അതിനുശേഷം ഇവരാണെന്നുണ്ടെങ്കിൽ ഇനിയൊരു മ്യൂണിട്രീഷ്യൽ പ്രൂഫും കൂടെ ഉണ്ട്. അത് 1 മണിക്കൂർ നേരം നിൽക്കുന്ന ഒരു മ്യൂണിട്രീഷ്യൽ പ്രൂഫും ആണ്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഡിസ്കഷൻ പോലെയാണ്. എന്ന് പറയുമ്പോൾ ഒരു ഫാൾ ബൈഷ്പീൽ കൊടുക്കും. അതിനുശേഷം ഇവിടുത്തെ പേഷ്യൻറ്റിൻ്റെ റൈറ്റിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു എക്സാമിൻ്റെ അകത്തുള്ളത്. നോർമലായിട്ടൊരു എക്സാം വന്നു കഴിയുമ്പോൾ ഇന്നത്തേന്ന് പറഞ്ഞാൽ ഒരു പ്രോബ് എക്സാം ആയിരുന്നു, വെച്ചാൽ ഒരു മോഡൽ എക്സാം ആയിരുന്നു. പക്ഷേ ഒറിജിനലായിട്ടുള്ള മെയിൻ എക്സാം വന്നു കഴിഞ്ഞ് കഴിയുമ്പം ഇന്ന് ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അതിനുള്ള ഇത് കൊടുക്കത്തില്ല. അവർ പാസ്സായോ ഫെയിലായോ എന്ന് പറയത്തില്ല. അതിനുശേഷം ഇംഗ്ലീഷ് എക്സാമും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരോട് പറയുക ഇവർ ജയിച്ചോ അതോ ഫെയിലായോ എന്നുള്ള കാര്യം പറയും. ഇവിടെ ഇപ്പം ഹെസൻ സ്റ്റേറ്റിൽ കെൻറ്റനീസ് പ്രൂഫിങ് നിർത്തലാക്കിയേക്കുവാണ്. ഇപ്പം അൻപാസിംഗ് മാത്രമേ ഉള്ളൂ. പ്രത്യേകമായിട്ട് ഇനി 2025 മുതൽ അൻപാസിംഗ് മാത്രമേ ഉള്ളൂ. ഈ വർഷം വരെ ഇപ്പം ആരുടെയും പേപ്പർ വർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കെൻറ്റനീസ് പ്രൂഫിങ് കൊടുക്കത്തുള്ളൂ. ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻസ് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഏകദേശം ഇത്രയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എക്സാമിൻ്റെ ഒരു അപ്ലൗഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. ആകെ നമ്മൾ തുടങ്ങും. അപ്പം ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്യണം. പിറ്റേ ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കാം. അപ്പം കറക്റ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പറയും. അതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.